ഇന്റർനാഷണൽ ലൈസൻസ് എന്താണ് ഇതിന്റെ ഉപയോഗം? ഇന്റർനാഷണൽ ലൈസൻസുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് താഴെ ഒരുപാട് സുഹൃത്തുക്കൾ പല ഡൗട്ട്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത്. എല്ലാവർക്കും SPR കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ NM കുഞ്ഞി, കുവൈത്തിൽ നിന്നും. ഇന്റർനാഷണൽ ലൈസൻസ് എല്ലാ രാജ്യത്തുനിന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ കുവൈത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ കുവൈത്തിൽ നിന്ന് എടുക്കുന്നതിന്റെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചെങ്കിൽ, ഇപ്പൊ കുവൈത്തിൽ നിന്നും ഒരാൾ ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കുമ്പോൾ ഇവിടെ വാലിഡിറ്റി ആയിട്ടുള്ള വിസ ഉള്ള ഒരാൾക്ക്, അതുപോലെ തന്നെ വാലിഡിറ്റി ഉള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾക്ക് ഇവിടുന്ന് ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിൽ തന്നെ കമന്റ് കണ്ടിരുന്നു, ഈ ലൈസൻസ് കൊണ്ടുപോയിട്ട് നാട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നമുക്ക് ഇന്ത്യന്റെ ലൈസൻസ് ഉണ്ടല്ലോ, അപ്പൊ പിന്നെ അത് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ 1-2 സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കുവൈത്തിൽ നമ്മൾ ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അപ്പൊ അങ്ങനെ ഉണ്ട് ആൾക്കാർക്ക് ഈ ലൈസൻസ് വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈസൻസ് ക്യാൻസൽ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ അതുമല്ല, നമുക്കിപ്പോൾ കുവൈത്തിലുള്ള ആൾക്കാർക്ക്, ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് ആ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് ഇവിടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചത്, ഇവിടുന്ന് ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തിട്ട് ഇപ്പോൾ മറ്റുള്ള GCC രാജ്യങ്ങളിൽ പോയിട്ട് അവിടത്തേക്ക് ലൈസൻസിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അതൊരിക്കലും പറ്റൂല. സത്യം പറഞ്ഞെങ്കിൽ ഇന്റർനാഷണൽ ലൈസൻസിന്റെ ഉപയോഗം എന്തെന്ന് വെച്ചെങ്കിൽ, നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് ഒരു വിസിറ്റിൽ പോകുമ്പോൾ, അതായത് നമ്മൾ ടൂറിസ്റ്റ് ആയിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ റെന്റ് കാർ എടുത്തിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. അതുപോലെ തന്നെ അവിടുത്തെ വണ്ടി നമുക്ക് ഓടിക്കാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ബൈ റോഡ് വഴിയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയും അവിടെ ഓടിക്കാം. അല്ലാതെ ഈ ഇന്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് മറ്റൊരു രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് ഇത് മാറ്റാനോ പറ്റില്ല. അതിനൊക്കെ നമ്മൾ അവിടെ ടെസ്റ്റ് കൊടുത്തിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം. അതുപോലെ തന്നെ കുവൈത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ചിടത്തോളം GCC രാജ്യങ്ങളിലൊക്കെ ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് നമുക്ക് അവിടെ വിസിറ്റിൽ പോയി കഴിഞ്ഞെങ്കിൽ വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് മറ്റും പല രാജ്യങ്ങളിലും കുവൈത്ത് ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് ഓടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്തെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്റർനാഷണൽ ലൈസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് ഇതാണ്, നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് വിസിറ്റിൽ പോകുമ്പോൾ അവിടെ വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ആയിട്ടാണ് ഇതിന് കാണുന്നുള്ളത്. ഇത് നാട്ടിൽ നിന്നും കൊടുക്കുന്നുണ്ട്, മറ്റുള്ള എല്ലാ സ്ഥലത്തുനിന്നും ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, അതാണ് ഇതിന്റെ ഉപയോഗം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.